വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ആഫ്റ്റർ ദ ഹാങ്ങിങ് ബൈ ഒ വി വിജയൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആഫ്റ്റർ ദ ഹാങ്ങിങ് ഇസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ഒ വി വിജയൻ. ഒ വി വിജയൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. ഈ ഒരു സ്റ്റോറി അറിയപ്പെടുന്നുള്ളത് ഇറ്റ്സ് പോയ്ഗനൻ്റ് പോർട്രയൽ ഓഫ് എ ഫാദർ വെലായപ്പൻ. വെലായപ്പൻ്റെ ആ ഒരു പോയ്ഗനൻ്റ് ആയിട്ടുള്ള ചിത്രീകരണം കാരണമാണ് ഈ ഒരു സ്റ്റോറി അറിയപ്പെടുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനായ കണ്ടുണ്ണിയെ കാണാൻ വേണ്ടി യാത്ര ചെയ്യാണ്. അവരുടെ ആ ഒരു മകൻ എന്നുള്ളത് തൂക്കിലേറ്റി എന്നാണ് പറയപ്പെടുന്നുള്ളത്. അപ്പോൾ ആ തൂക്കിലേറ്റിയിട്ടുള്ള ആ ഒരു മകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെലായപ്പൻ ഫാദർ എന്ത് ചെയ്യുന്നുള്ളത്, ട്രാവൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു സ്റ്റോറി എന്നുള്ളത് ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ദ എമർജൻസി പീരീഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എമർജൻസി പീരീഡിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിലുള്ള ഹൈലൈറ്റ്സ് എന്നുള്ളത്, ഹൈലൈറ്റിംഗ് തീംസ് എന്നുള്ളത് പോവർട്ടി, ഓപ്പറേഷൻ ആൻഡ് ദ ട്രോമ എക്സ്പീരിയൻസ്ഡ് ബൈ ഓർഡിനറി പീപ്പിൾ. സാധാരണ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പോവർട്ടി, അതുപോലെ തന്നെ ഓപ്പറേഷൻ, ട്രോമ ഒക്കെയാണ് ആ ഒരു സമയത്ത് അവരനുഭവിച്ച പോവർട്ടി, ഓപ്പറേഷൻ, ട്രോമ ഒക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലുള്ള ഹൈലൈറ്റ് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വേലായപ്പൻ, ആ ഒരു ഫാദർ എന്നുള്ളത് പുവറായിട്ടുള്ള, അതുപോലെ തന്നെ സെമി ലിറ്ററേറ്റ് ആയിട്ടുള്ള പെസൻ്റാണ്, കർഷകനാണ്. അദ്ദേഹം എന്നുള്ളത് ഈ ഒരു സ്റ്റോറിയിൽ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് പൊളിറ്റിക്കൽ ഓപ്പറേഷനിൽ ക്യാച്ച് ചെയ്യപ്പെട്ട ഒരു കോമൺ മാനായിട്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ അദ്ദേഹം റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ഇനി കണ്ടുണ്ണി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകനാണ്. ആ ഒരു മകൻ എന്നുള്ളത് ഈ ഒരു എമർജൻസിൻ്റെ വിക്റ്റിമാണ്, ഏറെയാണ്. പോസിബിലി സിംബലിക് ഓഫ് ദ യങ് ജനറേഷൻ. ആ ഒരു എറയിലുണ്ടായിട്ടുള്ള യങ് ജനറേഷനിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു യങ് മാനാണ് ഈ ഒരു കണ്ടുണ്ണി എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ് പവർ. ഈ ഒരു സ്റ്റോറി വിമർശിക്കുന്നുണ്ട് ഒപ്രസീവ് നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് അപ്പാരറ്റസ് ഡ്യൂറിങ് ദ എമർജൻസി. ഈ ഒരു എമർജൻസിയിലുണ്ടായിട്ടുള്ള, ആ ഒരു ഇറയിലുണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് അപ്പാരറ്റസിൻ്റെ ഒരു ഒപ്രസീവ് നാച്ചറിനെ ഈ ഒരു സ്റ്റോറി എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഇൻജസ്റ്റിസിന് വേണ്ടിയിട്ട്, നീതിയില്ലായ്മക്ക് വേണ്ടിയിട്ട് എന്ത് ആവുകയാണ്, ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്, സബ്ജക്റ്റഡ് ആവുകയാണ് ഈ ഇൻഡിവിജ്വൽസ് ചെയ്യപ്പെടുന്നുള്ളത്. ആ ഒരു ഇറയിൽ ആ ഒരു സമയത്ത് ഈ ഇൻഡിവിജ്വൽസ് എല്ലാം നീതിയില്ലായ്മക്ക് വേണ്ടിയിട്ട് ലക്ഷ്യമിടപ്പെടുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു തീം എന്നുള്ളത് പോവേർട്ടി, അതുപോലെ തന്നെ സഫറിങ്. വെള്ളായപ്പൻ്റെ ഈ ഒരു ജേണി, ജയിലിലേക്കുള്ള ഈ ഒരു ജേണി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് ഹാർഡ്ഷിപ്പാണ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. ഓർഡിനറി പീപ്പിൾ, ആ ഒരു റൂറൽ ഏരിയാസിലുണ്ടായിട്ടുള്ള, പെർട്ടിക്കുലർലി റൂറൽ ഏരിയാസിലുള്ള ആ ഒരു ഓർഡിനറി പീപ്പിൾ ഫേസ് ചെയ്യുന്നുള്ള എക്കണോമിക് ഹാർഡ്ഷിപ്സാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ പ്രിസണിലേക്കുള്ള ജേണി ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു സ്റ്റോറിയിലുള്ള മറ്റൊരു തീം എന്നുള്ളത് ലോസ് ആൻഡ് ട്രോമ. ഈ ഒരു സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാദറിൻ്റെ ഇമോഷണൽ ടോളാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ എക്സിക്യൂഷന് ശേഷം, വധശിക്ഷയ്ക്ക് ശേഷം ആ ഒരു സൺഡേ ബോഡി റിസീവ് ചെയ്യുമ്പം ആ ഒരു പ്രിപ്പയർ എന്നുള്ളത് അതൊരു ഇമോഷണൽ ടോളായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ എംബസൈസ് ചെയ്യുന്നുള്ളത് പൊളിറ്റിക്കൽ വയലൻസിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ് ഈ ഒരു സ്റ്റോറിയിൽ എംബസൈസ് ചെയ്യുന്നുള്ളത്. കണ്ടുണ്ണി എന്നുള്ളത് ക്യാൻ ബി സീൻ ആസ് എ സിമ്പിൾ ഓഫ് ദ ജനറേഷൻ എഫക്റ്റഡ് ബൈ ദ എമർജൻസി. ആ ഒരു എമർജൻസിയിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ജനറേഷനിൽ പെട്ട ഒരു സിമ്പിളായിട്ടാണ് കണ്ടുണ്ണി ഈ ഒരു സ്റ്റോറിയിലുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ജേണി എന്നുള്ളത് ഇറ്റ് സെൽഫ് ക്യാൻ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വലിൻ്റെ ഒപ്രസീവ് സിസ്റ്റത്തിന് എതിരായിട്ടുള്ള സ്ട്രഗിളായിട്ടാണ് ഈ ഒരു ജേണി റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.